ശശി തരൂർ സാറിനോടാണ്. അങ്ങൊരു അന്തർദേശീയ വ്യക്തിത്വമാണ്. വളരെ കടുകട്ടി ഇംഗ്ലീഷ് പദങ്ങൾ വളരെ മാസ്മരികമായി പറഞ്ഞ് ഡിക്ഷണറികളെപ്പോലും വെല്ലുവിളിച്ച ആളാണ്. ഭാഷയും സ്ലാങ്ങും അവതരണ ഭംഗിയും അതിൻ്റെ കാമ്പും കഴമ്പും ഒക്കെ ഒരു സമൂഹത്തെ മുഴുവൻ വല്ലാതെ ആകർഷിച്ചതാണ്. വ്യക്തിപരമായി പോലും ഒരുപാട് മനുഷ്യർക്ക് കേരള രാഷ്ട്രീയത്തിൽ ഈ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒരു സ്നേഹവും ലഹരിയും ഇഷ്ടവുമൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതിലൊരാൾ ശശി തരൂർ എന്ന അങ്ങാണ്. പക്ഷേ അങ്ങയെക്കുറിച്ച് എല്ലാ ദിവസവും ആ പാർട്ടിയിലേക്ക് ഈ പാർട്ടിയിലേക്ക് എന്ന് പറയുന്ന ഒരു സംഗതി അത് വളരെ ഖേദകരമാണെന്ന് മാത്രമല്ല, വ്യക്തിപരമായി അതൊരു ജീർണതയും മൂല്യശോഷണവും നമ്മുടെ വ്യക്തിത്വത്തെ ഹനിക്കുന്ന ഒരു സംഗതിയുമാണ് എന്നുള്ളതാണ് സത്യം. അങ്ങ് ഐക്യരാഷ്ട്രസഭയിൽ നിന്നും കേരളത്തിലേക്ക് വരുമ്പോൾ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇൻ്റർനാഷണൽ കോൺഗ്രസ്സിൽ അങ്ങ് ചേരുകയും അതിലേക്ക് ചേർന്നത് പ്രത്യയശാസ്ത്രപരമായിട്ടാണെന്നും വ്യക്തിപരമായ ലാഭത്തിനും നഷ്ടത്തിനും വേണ്ടിയല്ലെന്നും നിരവധി വേദികളിൽ പറയുമ്പോൾ സാധാരണ രാഷ്ട്രീയക്കാരുടെ വെറും വാക്കുകൾ വീൺവാക്കുകൾ കേട്ട സമൂഹം ശശി തരൂർ അങ്ങനെ അല്ല എന്ന് വിശ്വസിക്കുന്നവരും വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നവരുമാണ്. പിന്നീട് അങ്ങ് എം പി ആകുന്നു, ഭരണമുള്ളിടത്തോളം കാലം കേന്ദ്രമന്ത്രിയാകുന്നു, പ്രതിപക്ഷത്താകുമ്പോഴും അങ്ങ് എം പി ആയി തുടരുകയും ചെയ്യുന്നു. അങ്ങയുടെ ഈ പ്രസംഗങ്ങളും പ്രകടനങ്ങളുമൊക്കെ ഓഡിറ്റ് ചെയ്യുമ്പോഴും മണ്ഡലവും പാർട്ടിയും ഒക്കെ ഓഡിറ്റ് ചെയ്യപ്പെട്ടാൽ, അതായത് പാർലമെൻറ്റ് മണ്ഡലവും പാർട്ടിയും ഒക്കെ ഓഡിറ്റ് ചെയ്യപ്പെട്ടാൽ അങ്ങ് പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെക്കാൾ എതിർക്കുന്ന പ്രത്യയശാസ്ത്രമാണ് അത്രമേൽ വേഗത്തിൽ വളർന്നത്. ഒരുപക്ഷെ ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് അങ്ങയ്ക്ക് ഉത്തരവാദിത്തമില്ലെന്ന് പറയാം. പക്ഷേ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, പാർട്ടിയിൽ ഏതൊക്കെ പദവിയുണ്ടെങ്കിലും ആ പാർട്ടിയേക്കാൾ പ്രധാനി അവിടെ നിന്ന് ജയിക്കുന്ന ജനപ്രതിനിധിയാണ്, എം എൽ എയും എം പിയും ഒക്കെയാണ്. അവരൊക്കെ കൂടി ചേർന്നാണ് ഈ പാർട്ടിയെ കെട്ടിപ്പടുക്കാൻ വേണ്ടിയൊക്കെ ചെയ്യേണ്ടത്. പക്ഷേ അത്തരം ഒരു മുൻവിധികളും വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളോ ഒന്നുമില്ലാതെ മുകളിൽ നിന്ന് നേരെ വന്ന് കേന്ദ്രമന്ത്രിയും എം പിയും ഒക്കെ ആയ അങ്ങ് ആ പ്രസ്ഥാനത്തിന് ഏത് നിമിഷവും നിഴലിൽ നിർത്തുന്ന, അല്ലെങ്കിൽ എപ്പോഴും ചർച്ചയാക്കുന്ന അങ്ങയുടെ ഒരു സ്ഥാനചലന കാര്യം, അല്ലെങ്കിൽ കാലുമാറ്റ കാര്യം, അല്ലെങ്കിൽ കൂറുമാറ്റ കാര്യം ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിൽ എത്രയോ ജനപ്രതിനിധികളുണ്ട്, ആരെല്ലാം ഉണ്ട്. അവരെക്കുറിച്ചൊക്കെ ഒരു ചർച്ചയുണ്ടായാൽ ആ ചർച്ച ഒരു വാസ്തവമാണെങ്കിൽ അത് ഉടൻ സംഭവിച്ചിരിക്കും. വാസ്തവമല്ലെങ്കിൽ പിന്നീട് ഒരിക്കൽ പോലും അത് ഉയരാത്തവണ്ണം അതിന് മറുപടി പറഞ്ഞ് അവരത് കെടുത്തിയിരിക്കും. എന്നാൽ അങ്ങയെ സംബന്ധിച്ച് ദേ BJP-യിലേക്ക് പോകുന്നു എന്ന് കുറേ നാൾ അതിന് തോന്നിപ്പിക്കും വിധമുള്ള അങ്ങയുടെ പ്രസ്താവനകളും നിലപാടുകളും, പിന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ CPM-ലേക്ക് പോകുന്നു എന്ന് പറയുന്നൊരു സംഗതി. ഇത് കാണാൻ വരുന്ന പത്രക്കാരോട് ഞാൻ UAE-യിൽ വെച്ചത് സംസാരിക്കില്ല, ഞാൻ അവിടെ വെച്ചത് സംസാരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അതിന് കൊഴുപ്പും അല്ലെങ്കിൽ എണ്ണയും ഇന്ധനവും നൽകുന്നതിന് പകരം 4 വാചകത്തിൽ അവസാനിക്കില്ലേ ഈ മൈക്ക് തോണ്ടിയുള്ള ചോദ്യവും ഫോൺ വിളിയും? പക്ഷേ അത് അവസാനിപ്പിക്കാതിരിക്കുന്നതിന് പിന്നിൽ എന്താണ് ലക്ഷ്യം എന്നുള്ളത് വ്യക്തമല്ലെങ്കിൽ പോലും 2 കാര്യമുണ്ട്. ഒന്നെങ്കിൽ അങ്ങത് ആഗ്രഹിക്കുന്നു, 2 അല്ലെങ്കിൽ അത് എൻജോയ് ചെയ്യുന്ന വ്യത്യസ്തമായൊരു മനോനില അങ്ങയ്ക്കുണ്ട് എന്നുള്ളതാണ്. ഇത് രണ്ടും ഒരു പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ആൾക്ക് ഒട്ടും യോഗ്യമായതല്ല. ഒരുപക്ഷെ കേരളത്തിൽ വ്യക്തിപരമായ ഒരു പാർട്ടി ഒരാളിൻ്റെ കുടുംബ പ്രശ്നങ്ങൾ പോലും ഡിഫെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് അങ്ങയോളം ആരിലും ഉണ്ടാവില്ല. അത്രമേൽ അങ്ങയെ ചില കാര്യങ്ങളിൽ ആക്രമിച്ചപ്പോൾ ഡിഫെൻഡ് ചെയ്തവരാണ് ഈ പാർട്ടിയും ഈ പാർട്ടി പ്രവർത്തകരുമൊക്കെ. അന്ന് മെഹർ തരാറിനെയൊക്കെ വിളിച്ച് ക്യാ ഹേ മെഹർ തരാർ, ക്യാ ഹേ കോൻ ഹേ എന്നൊക്കെ പറഞ്ഞ് വെപ്രാളം പിടിച്ചവരുണ്ട്. അന്ന് ഫ്ലെക്സ് ബോർഡ് വലിച്ചു കീറി ആക്രമിച്ചവരുണ്ട്. അന്നെല്ലാം വളരെ നിശബ്ദമായി നിങ്ങളോടൊപ്പം നിൽക്കുകയും വീണ്ടും ആവർത്തിച്ച് നിങ്ങളുടെ മേൽ വിശ്വാസമർപ്പിച്ച് ഈ പറയുന്ന നിങ്ങളെ ജനപ്രതിനിധിയാക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യയശാസ്ത്രവും ഒരു പാർട്ടിയും എല്ലാം ഒരു മത്സരത്തിനെ നേരിടാൻ പോകുമ്പോഴാണ് അങ്ങ് എപ്പോഴും ഈ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ ഇലക്ഷന് തൊട്ട് മുമ്പ് അങ്ങ് ശൈലജ ടീച്ചറെ അല്ലെങ്കിൽ LDF ഗവൺമെൻറ്റിനെ പുകഴ്ത്തി പറഞ്ഞ് ഗോളടിച്ചു. പിന്നീട് പല സന്ദർഭങ്ങളിലും മോഡിയെ വ്യത്യസ്തമായി പല സംഗതികളും പറഞ്ഞു പുകഴ്ത്തി താനൊരു വേറിട്ട ആളാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. ഇതൊന്നും രാഷ്ട്രീയമല്ല സാർ. രാഷ്ട്രീയത്തിൽ അങ്ങനെ ആലോചിച്ച് നോക്കൂ. അങ്ങയുടെ പേരിന് നേരെ വോട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അങ്ങ് ജയിക്കാനുള്ള മാർഗം. 2 ചേർത്ത് വരച്ചാൽ സാധുവാകില്ല. അങ്ങയുടെ അവിടെ ഇവിടെയും ചവിട്ടി നിൽക്കുന്നു എന്ന് ധ്വനിപ്പിക്കുന്ന ഒരു നിലപാട് അതൊരു സാധുവായ നിലപാടല്ല. അതൊരിടത്ത് നിൽക്കണം. അങ്ങേക്ക് വോട്ട് ചെയ്തവർ വിവിധ രാഷ്ട്രീയ പാർട്ടിയിലും കക്ഷിയിലും പെട്ടവരുണ്ട് എന്നൊക്കെ ഒരു പുറംവാക്ക് അല്ലെങ്കിൽ ഒരു ഭംഗിവാക്ക് പറയാമെങ്കിലും BJP വിരുദ്ധരായ
ലത്തീൻ മുസ്ലിം വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന തീരദേശം കൊണ്ടാണ് കഴിഞ്ഞ 1-2 തവണയായി അങ്ങ് കടന്നുകൂടുന്നത്. ആ ജനതയ്ക്കുമുണ്ട് അങ്ങയെക്കുറിച്ചൊരു ചിന്തയും പ്രതീക്ഷയുമൊക്കെ. ഇതിപ്പോൾ ഒരുതരം എന്താ നമ്മൾ പറയുക, നമ്മുടെ നാട്ടിൻപുറത്തെ ചില ആണുങ്ങളെക്കുറിച്ചും ചില പെണ്ണുങ്ങളെക്കുറിച്ചും പറയുമല്ലോ, ഇറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്, നേരം വെളുക്കുമ്പം അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ചാടിപ്പോവും, പിടിച്ചോണ്ട് വരും, വീണ്ടും ചാടിപ്പോവും, വീണ്ടും പിടിച്ചോണ്ട് വരും. ഇങ്ങനെ ആകുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ ആ ആൾ എന്ന് പറയുന്നത് ഇല്ലാതായി കഴിഞ്ഞു. പിന്നെ ചാടിപ്പോകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലാണ് അതിൻ്റെ ഒരു സ്ഥിതിവിശേഷം. കോൺഗ്രസ് പാർട്ടി അങ്ങേ അംഗീകരിച്ചില്ല, മഹാപഞ്ചായത്തിൻ്റെ വേളയിൽ അങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അങ്ങ് ആലോചിച്ച് നോക്കൂ. കോൺഗ്രസ് ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന കാലത്ത്, ഈ രാഹുൽ ഗാന്ധിയെപ്പോലൊരു പ്രതിപക്ഷ നേതാവിനെ കടന്നാക്രമിക്കുന്ന കാലത്ത്, അങ്ങേർക്കും കുടുംബത്തിനുമെതിരെ അങ്ങ് സോണിയ മാഡം എന്നൊക്കെ വിളിച്ചൊരു കാലത്തിലേക്ക് കയറാൻ വേണ്ടി ഉപയോഗിച്ച വാതിലാണല്ലോ അവരൊക്കെ എല്ലാ തരത്തിലും കേസുകളിലും അതുപോലെ വിചാരണകളിലും കള്ളക്കേസുകളിലും കുടുക്കി പലതും ചെയ്യുമ്പോൾ ആ ചെയ്യുന്നതിന് നേതൃത്വം കൊടുക്കുന്നവരെ പുകഴ്ത്തിയും തലോടിയും തഴുകിയും ഒക്കെ പ്രസ്താവനകൾ ഇറക്കിയിട്ട് ഇതിൽ തന്നെ അങ്ങ് തുടരുന്നു എന്നുള്ളത് അവർ കാണിക്കുന്ന വിട്ടുവീഴ്ചയേക്കാൾ ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ ഒരു ഗതികേട് കൊണ്ടുകൂടിയാണെന്നാണ്. ഇല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിലുണ്ടല്ലോ, 1 മണിക്കൂർ ഇതിൽ വെക്കാൻ പറ്റാത്തവണ്ണം പുറത്താക്കത്തക്ക നിലയിലുള്ള പ്രസ്താവനകളും അത്തരം കാര്യങ്ങളുമൊക്കെ അങ്ങ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ആ വേദിയിൽ വന്നപ്പോൾ തരൂരിൻ്റെ രാഷ്ട്രീയമാണ് ശരി, തരൂരാണ് മിടുക്കൻ, ഇത്രയും നല്ലൊരു പ്രവർത്തക സമിതി അംഗമില്ല എന്നൊക്കെ പറയാൻ എന്ന് പ്രതീക്ഷിച്ചെങ്കിൽ അതെത്രയോ മോശമാണ്. ആദ്യം ഏതെങ്കിലും ഒരു മാസം തുടർച്ചയായി അങ്ങയുടെ ഈ അടുത്ത സമയത്തെ ഒരു 7-8 വർഷത്തിനിടയിൽ, അതായത് കോൺഗ്രസ് പ്രതിപക്ഷത്തായതിനു ശേഷം തുടർച്ചയായി 1 മാസം അങ്ങ് കോൺഗ്രസിൽ തന്നെയാണ് എന്ന് തോന്നിപ്പിക്കും വിധമുള്ള ഒരു പ്രവൃത്തി അങ്ങയിൽ നിന്ന് പലപ്പോഴും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഉണ്ടായിട്ടേ ഇല്ല. ഈ കഴിഞ്ഞ 3-4 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ജനപ്രതിനിധിയോട് ഞാൻ വെറുതെ പറഞ്ഞു, അദ്ദേഹത്തിന് AICC പ്രസിഡന്റ് ആക്കാത്തതാണ് അതിൻ്റെ ഒരു പ്രയാസം എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. ഒരു തമാശ പറഞ്ഞതാ, ട്രോൾ ആൻഡ് കമൻറ്റ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്നറിയോ, അങ്ങനെ ആക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരു ദിവസം ഇദ്ദേഹം ചിലപ്പോൾ BJP ഓഫീസിൽ പോയിട്ട് കോൺഗ്രസ് BJPയിൽ ലയിച്ചു എന്നങ്ങ് പറഞ്ഞേനെ എന്നതാണ് സത്യം. അങ്ങയെ മുഖ്യമന്ത്രി ആക്കണമെന്നും അങ്ങയെ AICC പ്രസിഡന്റ് ആക്കണമെന്നും ഒക്കെ ആവേശപൂർവ്വം പോസ്റ്റ് ഇട്ടവർ ഇപ്പോൾ അമ്മ ഒടുങ്ങിയിരിക്കുകയാണ് ഈ സംഗതികൾ കണ്ട്. അതുകൊണ്ട് ദയവായി, രാഷ്ട്രീയം അങ്ങയുടെ ഇഷ്ടമാണ് എവിടെ നിൽക്കണം എന്നുള്ളത്, പക്ഷേ ആ നിൽക്കുന്നിടത്താണെന്നുള്ള പൂർണ്ണമായ ബോധ്യം, ആ നിലപാട് നിലനിർത്തേണ്ടത് ആ നിൽക്കുന്ന ആളിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ്. അത് പത്രക്കാരുണ്ടാക്കുന്നതാണ്, മാധ്യമ സൃഷ്ടികളാണെന്ന് അങ്ങ് വെറുതെ പറഞ്ഞൊഴിയാൻ പറ്റില്ല. അങ്ങനെ ഒരാൾ സൃഷ്ടിച്ചാൽ ആ സൃഷ്ടിക്കുന്നവരെ കുറിച്ച് 4 വർത്തമാനം പറഞ്ഞാൽ ഈ വിഷയം അവസാനിക്കുമല്ലോ. വേറെ ആരും പറയുന്നില്ലല്ലോ, രമേശ് ചെന്നിത്തലയെക്കുറിച്ച് പറയുന്നില്ലല്ലോ, അദ്ദേഹത്തിന് ഒരുപാട് നിരാശയില്ലേ. അതുപോലെ തന്നെ KC വേണുഗോപാലിനെ കുറിച്ച് പറയുന്നില്ലല്ലോ, VD സതീഷിനെ കുറിച്ച് പറയുന്നില്ലല്ലോ, സുധാകരനെ കുറിച്ച് പറയുന്നില്ലല്ലോ. അതുപോലെ കോൺഗ്രസിന് വേണ്ടി എന്തെല്ലാം സംഭാവനകൾ ചെയ്ത ഒരു സ്ഥാനവും ഇല്ലാതിരിക്കുന്ന പലരും ഉണ്ടല്ലോ ഇപ്പോൾ പാർട്ടിയിൽ. KC ജോസഫ് ഒക്കെയുള്ള ആളുകൾ അടക്കമുള്ളവർ എത്രയോ പേരുണ്ട്. അവരെക്കുറിച്ച് ആരെക്കുറിച്ചും ഇത് പറയുന്നില്ലല്ലോ. അങ്ങയെക്കുറിച്ച് മാത്രം ഇത് പറയുകയും പറയിപ്പിക്കുകയും ചെയ്യുമ്പോൾ എന്ത് സുഖമാണ് അങ്ങേക്ക് കിട്ടുന്നത്?